ഹലോ, SSC CGL 2025 പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി 75 ദിവസം നീണ്ടു നിൽക്കുന്ന സ്റ്റഡി പ്ലാൻ ദിശ അക്കാഡമിയുടെ ചാനലിൽ ഒരു 5 ദിവസം മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി എങ്ങനെയാണ് ഈ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യേണ്ടത്, അതായത് നിങ്ങൾ കുറച്ച് നാളുകളായിട്ട് CGL എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ എങ്ങനെ ഈ ഒരു 75 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യണം എന്ന ഡീറ്റെയിൽസ് നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ കുറച്ച് നാളുകളായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അത്യാവശ്യം ഫണ്ടമെന്റൽസ് ഒക്കെ ക്ലിയർ ചെയ്ത് അല്ലെങ്കിൽ ബേസിക്സ് ഒക്കെ പഠിച്ചിട്ടിരിക്കുന്നവരായിരിക്കും. ഇനിയുള്ള 75 ഡേയ്സ് വളരെ ക്രൂഷ്യൽ ആയിട്ട് വളരെ സീരിയസ് ആയിട്ട് കാണുക. ഇന്ന് നമ്മുടെ ഡേ 1 ആണ്. ആക്ച്വലി ഇന്ന് മൺഡേ നമുക്ക് ഡേ 1 സ്റ്റാർട്ട് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇന്ന് മുതൽ തന്നെ ഈ പ്ലാൻ നിങ്ങൾ ഫോളോ ചെയ്ത് പോവുക. എങ്ങനെ ഫോളോ ചെയ്യണമെന്ന ഡീറ്റെയിൽസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പൊ ആദ്യം തന്നെ പറഞ്ഞോട്ടെ, ഈ 75 ദിവസത്തെ സ്റ്റഡി പ്ലാൻ നമ്മളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ടെലിഗ്രാം ഗ്രൂപ്പുകളിലും ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങൾ ഈ 75 ഡേ പ്ലാനിന്റെ ഭാഗമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻ തരുന്നതായിരിക്കും, നിങ്ങൾക്ക് വേണ്ട ഡെയിലി മെറ്റീരിയൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞോട്ടെ, 75 ഡേയ്സ് സ്റ്റഡി പ്ലാൻ എന്ന് പറയുമ്പോൾ നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങൾ എത്രയാണ്? ഡെയിലി ഡേ 1, ഡേ 2, ഡേ 3 എന്ന പേരിൽ നമ്മൾ ഒരു പ്ലാൻ 75 ഡേയ്സിലേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓരോ ദിവസവും നിങ്ങൾക്ക് ടാസ്കുകൾ ഉണ്ട്. എന്തൊക്കെ ടാസ്കുകൾ? മാത്സ്, റീസണിങ്, GK, അതുപോലെ തന്നെ ഇംഗ്ലീഷ്, ഇങ്ങനെയുള്ള ഓരോ സബ്ജക്ട് വൈസ്, പിന്നെ മോക്ക് എഴുതുക, ഇങ്ങനെ ഒരു 4-5 ടാസ്കുകളായിട്ടാണ് ഓരോ ദിവസവും നിങ്ങൾക്ക് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഓരോ ദിവസത്തെ ടാസ്കുകൾ കവർ ചെയ്യുന്നത് കൂടി നിങ്ങൾ ആ പാർട്ട് റിവിഷൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് ഓർഡർലി പ്രിപ്പയർ ചെയ്ത് ഈ വരുന്ന 2025 CGL എക്സാംസ് ക്രാക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു 75 ഡേ പ്ലാനിൽ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ട് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ആ കണ്ടന്റ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ സ്റ്റഡി പ്ലാന്റെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന്, ഡെയിലി ട്രാക്കർ. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്നത് എന്തൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ട ഒരു ഡെയിലി ട്രാക്കർ ബുക്ക്, സ്റ്റുഡന്റ് ട്രാക്കർ ബുക്ക് എന്ന പേരിൽ CGL 2025 സ്റ്റുഡന്റ് ട്രാക്കർ ബുക്ക് എന്ന പേരിൽ ഒരു PDF ഈ പറയുന്ന ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അവൈലബിൾ ആവും. നിങ്ങൾ ആദ്യം തന്നെ ആ ഒരു ട്രാക്കർ ബുക്ക് പ്രിന്റ് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ വെക്കാൻ നോക്കുക. ഒരു 10-12 പേജ് വരുന്ന ഒരു ട്രാക്കർ ബുക്ക് ആയിരിക്കും. അപ്പൊ ആ ബുക്ക് നിങ്ങൾ പ്രിന്റ് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ വെക്കാൻ ശ്രമിക്കണം. എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾ എന്തൊക്കെ കംപ്ലീറ്റ് ചെയ്തു, നിങ്ങളുടെ ഇംപ്രൂവ്മെന്റ് എങ്ങനെയാണ്, നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാത്ത ടോപ്പിക്കുകൾ ഏതാണ്, ഏത് ദിവസമാണ് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റാത്തത്, നിങ്ങൾക്ക് പെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക് എന്താണ്, തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനാണ് ഈ ഡെയിലി ട്രാക്കർ. ഈ ഡെയിലി ട്രാക്കറിന്റെ കൂടെ തന്നെ നമ്മൾ മോക്ക് എക്സാംസ് ട്രാക്കർ എന്ന് പറയുന്ന ഒരു പാർട്ട് ഏറ്റവും അവസാനമായിട്ട് ആ 2 പേജ് വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾ മോക്ക് എക്സാമിൽ എടുക്കുന്ന സ്കോറുകൾ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് എടുത്തു വെക്കാനായിട്ട്, അതായത് നിങ്ങളുടെ ഇംപ്രൂവ്മെന്റ്സ് നിങ്ങൾക്ക് മനസ്സിലാക്കാനും നിങ്ങളുടെ ഫോൾട്ട് മനസ്സിലാക്കാനും ഒക്കെ ആയിരിക്കും ആ മോക്ക് ട്രാക്കർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു PDF നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ആ PDF നിങ്ങൾ കൃത്യമായിട്ട് പ്രിന്റ് എടുത്ത് നിങ്ങളുടെ കയ്യിൽ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അതൊന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, പലർക്കും ഈ 75 ഡേയ്സ് പ്ലാൻ കംപ്ലീറ്റ് ചെയ്യാൻ കണ്ടന്റ് എങ്ങനെ അവൈലബിൾ ആവും? ഇത് കുറെ പേർക്കുള്ള സംശയമാണ്. അതായത് നമ്മൾ ദിശ അക്കാഡമിയുടെ തന്നെ ഡെയിലി നമ്മുടെ ഓഫ്ലൈൻ സെന്റേഴ്സിൽ ചെയ്യിപ്പിക്കുന്ന സെറ്റ് ഓഫ് മെറ്റീരിയൽസ്, ഈ ഫോക്കസ് ബാച്ചിൽ ചെയ്യിപ്പിക്കുന്ന മെറ്റീരിയൽസിന്റെ ഒരു പാർട്ട് നിങ്ങൾക്ക് ഇതിനു വേണ്ടി ഈ ഒരു 75 ഡേയ്സ് പ്ലാനിന് വേണ്ടി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നമ്മൾ അവൈലബിൾ ആക്കുന്നുണ്ട്. ആ കണ്ടന്റ് ലിമിറ്റഡ് കണ്ടന്റ് തന്നെ ആയിരിക്കും. തീർച്ചയായിട്ടും ഒരു ദിവസം നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ അത്രയും കണ്ടന്റ് മാത്രമേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നല്ല, അതിനപ്പുറമുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ സമയം ഉണ്ടാവും. അപ്പൊ അവരെങ്ങനെ കണ്ടന്റിനെ പറ്റി, കണ്ടന്റ് എങ്ങനെ എടുക്കും, അല്ലെങ്കിൽ കണ്ടന്റ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്, എന്തൊക്കെ കണ്ടന്റ് ആണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യം പറയണം. പിന്നെ തീർച്ചയായിട്ടും ഇതിനകത്ത് മോട്ടിവേഷൻ എന്ന് പറയുന്ന ഒരു പാർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. തീർച്ചയായിട്ടും പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ ഒരു ദിവസത്തേക്കോ 1 മാസമോ 2 മാസമോ കൊണ്ടൊന്നും അല്ല ഒരു പരീക്ഷ ക്ലിയർ ചെയ്യുന്നത്. ചിലപ്പം നിങ്ങൾ ഒരു വർഷമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും, ചിലപ്പോൾ 2 വർഷമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ നിങ്ങൾക്കറിയാം, ഇത് കണ്ടിന്യൂ ചെയ്ത് മോട്ടിവേഷനോടുകൂടി പ്രിപ്പയർ ചെയ്യാന്ന് പറയുന്ന വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. അപ്പൊ ആ മോട്ടിവേഷൻ കീപ്പ് ചെയ്ത് ഈ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ആ മോട്ടിവേഷൻ കിട്ടുന്ന ഒരു ഗ്രൂപ്പ്, ആ ഗ്രൂപ്പ് ഒരുമിച്ച് വർക്ക് ചെയ്ത് 2025 CGL ക്ലിയർ ചെയ്യുക എന്നൊരു ഉദ്ദേശം കൂടിയുണ്ട്. ഇനി നിങ്ങൾ ആരെങ്കിലും മോട്ടിവേഷൻ ലാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ദിശ അക്കാഡമിയുടെ നമ്പറിൽ വിളിച്ച് സംസാരിക്കാം. പ്രത്യേകിച്ചും എന്റെ നമ്പർ പലയിടത്തും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആർക്കും ഇങ്ങനെ CGL എക്സാം വളരെ സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു, പഠിക്കുന്നു, ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് ചിലപ്പം ചില ഡൗൺസ് ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് വിളിച്ച് സംസാരിക്കാം. അതുപോലെ തന്നെ ഞാൻ പറയുന്ന ഒരു മെന്റർ സപ്പോർട്ടിന്റെ കാര്യം, അതായത് നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് പ്രിപ്പയർ ആയിരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് പലപ്പോഴും വരുന്നൊരു പ്രശ്നം, ഒരു മെന്ററിന്റെ സപ്പോർട്ട്, നിങ്ങൾക്ക് അറിയാത്ത ചോദ്യങ്ങൾ പറഞ്ഞു തരികയും നിങ്ങളെ ഗൈഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു മെന്ററിന്റെ സപ്പോർട്ട്, ഇത്രയും കാര്യങ്ങൾ വളരെ ക്രൂഷ്യൽ ആണ് ആക്ച്വലി. അങ്ങനെ ഒരു ഗൈഡൻസ് കൂടി ഉണ്ടെങ്കിൽ നിങ്ങളുടെ
പാത്ത്, നിങ്ങൾ ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യുന്ന പാത്ത്, ഇത്രയും കണ്ടന്റ്സ് ക്ലിയർ ആയിട്ട് പറയാൻ കാരണം ഇത്രയും കണ്ടന്റ്സ് നിങ്ങളുടെ സക്സസിലേക്ക് നിങ്ങൾ എത്താൻ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ടാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും ഈ പരീക്ഷയ്ക്ക് ആവശ്യമാണ്. അപ്പൊ അതെങ്ങനെയാണ് ഈ 75 ഡേയ്സ് പ്ലാനിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നതെന്നാണ് ഞാൻ ആദ്യം പറയുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യം ഞാൻ പറഞ്ഞു സ്റ്റുഡന്റ് ട്രാക്കർ CGL 2025 സ്റ്റുഡന്റ് ട്രാക്കർ നിങ്ങൾ ഈ ഒരു 75 ഡേയ്സ് പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട് ജോയിൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ദിശ അക്കാഡമിയുടെ ഒരു ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ഒരു PDF അവൈലബിൾ ആയിരിക്കും. ഇങ്ങനെ ഒരു PDF, അതായത് ഫ്രണ്ട് പേജ് ഇങ്ങനെ ആയിരിക്കും. നിങ്ങളുടെ പേര്, കോൺടാക്ട് നമ്പർ ഫ്രണ്ട് പേജ് ചെയ്താൽ അകത്തേക്ക് വരുമ്പോഴത്തേന് അതിനകത്ത് ടോപ്പിക്, അതായത് ഡേ 1 ടോപ്പിക് എന്താണ്, ആ ടോപ്പിക്ക് നിങ്ങൾ കവർ ചെയ്തോ, അല്ലെങ്കിൽ മാത്സ്, റീസണിങ്, ഇങ്ങനെ പല പല സെക്ഷൻസ് ഉണ്ടാവും. ആ സെക്ഷനകത്ത് നിങ്ങൾ കവർ ചെയ്തതിന്റെ സ്റ്റാറ്റസ് മാർക്ക് ചെയ്യാനും അതിനുശേഷം ഓരോ ദിവസവും നിങ്ങൾക്ക് അങ്ങനെ എഴുതി പോകാനുള്ള ഒരു ടേബിൾ ആയിട്ടാണ് നമ്മൾ സ്റ്റുഡന്റ് ട്രാക്കർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിന്റെ കൂടെ തന്നെ മോക്ക് എക്സാം ട്രാക്കറും ഉണ്ട്. ഡെയിലി നിങ്ങൾ ചെയ്യുന്ന മോക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടി. ഇപ്പൊ ഡേ 1 നിങ്ങൾ ചെയ്ത മോക്ക് ഏത് പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ചെയ്തത്, എത്ര മാർക്കുണ്ട്, ഓവറോൾ മാർക്സ് എത്രയാണ്, ഓരോ സബ്ജക്റ്റിന്റെ മാർക്ക് എന്താണ്, നിങ്ങളുടെ അനാലിസിസ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കാൻ ഇത്രയും കാര്യങ്ങൾ ചേർന്നാണ് നമ്മൾ ചെയ്യുന്ന ആ സ്റ്റുഡന്റ് ട്രാക്കർ. ഈ ട്രാക്കറിന്റെ PDF ഫോർമാറ്റ് ദിശ അക്കാഡമിയുടെ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന ഗ്രൂപ്പിൽ അവൈലബിൾ ആയിരിക്കും. അത് നിങ്ങൾ ആദ്യം തന്നെ പ്രിന്റ് എടുത്ത് വെക്കുക. നിങ്ങൾ എന്ത് പഠിച്ചു എന്ന് മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും ഈ സ്റ്റുഡന്റ് ട്രാക്കർ. ഇനി എങ്ങനെയാണ് ഈ 75 ഡേയ്സ് പ്ലാൻ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ ഈ 75 ഡേയ്സ് പ്ലാൻ ഒരു PDF ആയിട്ട് നമ്മുടെ ഈ ഗ്രൂപ്പിൽ, ഇപ്പൊ പറഞ്ഞ ടെലഗ്രാം ഗ്രൂപ്പിൽ തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ആ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഈ 75 ഡേയ്സിന്റെ പ്ലാൻ എങ്ങനെയാണ്, എന്ത് രീതിയിലാണ് പോകുന്നതെന്ന് കാണാൻ പറ്റും. ഡേ 1 നിങ്ങൾ പഠിക്കുന്ന ടോപ്പിക്ക് റേഷ്യോ 1, അതുപോലെ അനലോഗി, ഹിസ്റ്ററി, ഇൻഡസ് വാലി സിവിലൈസേഷൻ, വേദിക് ഏജ്, ഇംഗ്ലീഷ് വെർബാണ് പഠിക്കേണ്ടത്. മോക്ക് ബൂസ്റ്റർ, QA പ്ലസ് റീസണിംഗ് ഫസ്റ്റ് ഡേയിൽ നിങ്ങൾ ചെയ്യുക. ബേസിക് ആയിട്ടുള്ള സെക്ഷണൽ ടെസ്റ്റുകൾ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെ ഒരു ബേസിക് സാധനമാണ്. ചില ദിവസങ്ങളിൽ ഫുൾ മോക്ക് ചെയ്യാൻ പറയുന്നുണ്ട്, ചില ദിവസങ്ങളിൽ ടയർ 1 ഫുൾ മോക്ക്, ചില ദിവസങ്ങളിൽ ടയർ 2 ഫുൾ മോക്ക്. ഇങ്ങനെ അറേഞ്ച് ചെയ്താണ് നമ്മുടെ 75 ഡേയ്സ് പ്ലാൻ കാണുന്നത്. അപ്പൊ ഇതിന്റെ ഫുൾ പ്ലാൻ കാണണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക, എന്നിട്ട് ഈ ഫുൾ PDF നോക്കുക. ഇനി സപ്പോസ് എങ്ങനെയാണ് ഒരു ഡേ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്. ഇപ്പൊ ഡേ 1 ടാസ്ക് എന്ന് പറയുന്നത്, ഡേ 1 75 ഡേയ്സിലെ ഡേ 1 ടാസ്ക് എന്ന് പറയുന്നത്, ഡേ 1 ഒരു ഡെയിലി വൊക്കാബുലറി നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. ഡെയിലി വൊക്കാബുലറി അതൊരു ഷീറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇങ്ങനെ കാണുന്ന ഒരു ഡെയിലി വൊക്കാബുലറി പേജ് ആയിരിക്കും നിങ്ങൾക്ക് PDF ആയിട്ട് അവൈലബിൾ ആവുന്നത്. ഈ ഒരു PDF-ൽ നിങ്ങൾക്ക് സിനോണിംസ്, കുറച്ച് വേർഡ്സ്, ഈ വേർഡ്സ് എല്ലാം ക്ലിയർലി SSC CGLന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ നിന്ന് എടുത്തിരിക്കുന്ന വേർഡ്സ് മാത്രമാണ്, റാൻഡം ആയിട്ട് എടുത്തിരിക്കുന്നതല്ല. അതിൽ നിന്ന് സെലക്ടഡ് ആയിട്ടുള്ള വേർഡ്സ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ഇഡിയംസ് ആൻഡ് ഫ്രേസ് ഉണ്ട്. ഇങ്ങനെ കുറച്ച് നമ്പർ 20 ഒരു 50ഓളം വേർഡ്സ്, 50 to 60 വേർഡ്സ് വെച്ചിട്ടാണ് ഒരു ദിവസത്തെ വൊക്കാബുലറി നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് അറിയാത്ത വേർഡ്സ് ആണെങ്കിൽ അത് നോട്ട് ചെയ്ത് പഠിക്കാനുള്ള ഒരു PDF നിങ്ങൾക്ക് അവൈലബിൾ ആക്കും. ഡേ 1 ഒരു ടാസ്ക്, അത് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. അത് സെൽഫായിട്ട് തന്നെ നിങ്ങൾ പഠിക്കേണ്ടതാണ്. റിപ്പീറ്റ് ചെയ്ത് വായിച്ച് അത് ഒരു കൺഫ്യൂഷനും ഇല്ലാതെ നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഇതിൽ തന്നെ കുറെ വേർഡ്സ് നിങ്ങൾക്ക് അറിയായിരിക്കും, കാരണം പ്രീവിയസ്ലി വന്നിരിക്കുന്ന കുറെ ചോദ്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ കുറെ വേർഡ്സ് നിങ്ങൾക്ക് അറിയായിരിക്കും. അറിയാത്ത വേർഡ്സ് ഉണ്ടെങ്കിൽ അത് സെപ്പറേറ്റ്ലി ഒരു നോട്ട്ബുക്ക് നിങ്ങൾ കീപ്പ് ചെയ്ത് ആ നോട്ട്ബുക്കിൽ നോട്ട് ചെയ്ത് വെച്ച് തന്നെ ഡെയിലി പോകാൻ ശ്രമിക്കുക. ഇംഗ്ലീഷിനായിട്ട് സെപ്പറേറ്റ് നോട്ട്ബുക്ക് തന്നെ നിങ്ങൾ വെക്കുക. വൊക്കാബുലറിക്ക് സെപ്പറേറ്റ് നോട്ട്ബുക്ക് വെച്ച് പോകാൻ തന്നെ നിങ്ങൾ ശ്രമിക്കുക. ആദ്യം പറയുന്ന കാര്യം. ഇനി രണ്ടാമത്തത് മാത്സ്. ഒന്നാമത്തെ ടാസ്ക് കഴിഞ്ഞു, രണ്ടാമത്തെ ടാസ്ക് മാത്സിലേക്ക് വരാം. മാത്സ് നമ്മൾ ഡേ 1 ഡേ 2 റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ തന്നെയാണ് ചെയ്യുന്നത്. ഡേ 1 ഡേ 2 റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ തന്നെ. അതുകൊണ്ട് തന്നെ ഇവിടെ എഴുതിയിരിക്കുന്നത് റേഷ്യോ പ്രൊപ്പോർഷൻ 1/2. 2 ദിവസമായിട്ടാണ് റേഷ്യോയുടെ നമ്മൾ കംപ്ലീറ്റ് മെറ്റീരിയൽസ്, കംപ്ലീറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ചെയ്യുന്നത്. ആ ചെയ്യുന്നതിന്റെ ഡേ 1 ടാസ്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ, നിങ്ങൾക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഡേ 1 റേഷ്യോ പ്രൊപ്പോർഷൻസിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അവൈലബിൾ ആക്കും. നിങ്ങൾ സെൽഫായിട്ട് ഇത്രയും ക്വസ്റ്റ്യൻസ് ടൈം വെച്ച് തന്നെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം 20 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം 10 മിനിറ്റ് 8 മിനിറ്റ്സ് റൂൾ യൂസ് ചെയ്ത് തന്നെ ചെയ്യാൻ നോക്കുക. അതായത് 10 മിനിറ്റ് 10 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നിങ്ങൾ 8 മിനിറ്റ് എടുക്കുക. അങ്ങനെ 10ന്റെ സെറ്റ് ആയിട്ട് തന്നെ നിങ്ങൾ അത് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ ടൈം നോക്കാതെ ഒരിക്കലും ചെയ്യരുത്. ടൈം വെച്ച് തന്നെ 8 മിനിറ്റ്സ് 10 ക്വസ്റ്റ്യൻസ് എന്ന രീതിയിൽ തന്നെ നിങ്ങൾ ഈ ചോദ്യങ്ങളെ അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ആദ്യത്തെ റൗണ്ടിൽ ചെയ്യുക. മാക്സിമം നിങ്ങൾക്ക് എത്ര വരെ മാർക്ക് എടുക്കാൻ പറ്റുന്നുണ്ടെന്ന് നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസിന്റെ ഉത്തരം കണ്ടുപിടിക്കണം.
അതാണ് നിങ്ങൾ ചെയ്യേണ്ട ടാസ്ക്. ഇനി ഇതിനായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് അറിയാത്ത ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടുപിടിക്കാൻ? നമ്മൾ ജോയിൻ ചെയ്യുന്ന ഗ്രൂപ്പിൽ ഒരുപക്ഷെ അറിയാത്ത ചോദ്യങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം. ആ ഗ്രൂപ്പിൽ തന്നെ ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് അതിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. അതാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. CGL ഫോക്കസുമായിട്ട് ബന്ധപ്പെട്ട് മാത്സിന്റെ ഡിസ്കഷൻ, അതായത് നിങ്ങൾക്ക് അറിയാത്ത ചോദ്യങ്ങൾ ആ ഗ്രൂപ്പിൽ ഇടാം. ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഉത്തരങ്ങൾ ഏറ്റവും എളുപ്പമുള്ള മെത്തേഡിൽ അറിയുന്ന ആൾക്കാർ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇതാണ് മാത്സ് സോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ മാത്സ് പോകേണ്ട ഒരു രീതി. ഇതുപോലെ തന്നെ അനലോഗി, റീസണിങ്ങിന്റെ അനലോഗി ആണ് ഡേ 1 വരുന്നത്. അതിന്റെയും ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആയിരിക്കും നമ്മുടെ PDF തന്നെ. അതിന്റെയും ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആയിരിക്കും. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സെൽഫായിട്ട് വർക്ക്ഔട്ട് ചെയ്യേണ്ടതാണ്. മാത്സും റീസണിംഗ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ടെലിഗ്രാം ഗ്രൂപ്പിൽ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ മാത്സ് റീസണിംഗ് കൂടാതെ അടുത്തത് വരുന്നത് GK ആണ്. GK ഇൻഡസ് വാലി സിവിലൈസേഷനും വേദിക് ഏജുമാണ് നമ്മുടെ സിലബസ് അനുസരിച്ച് വരുന്നത്. ഇതിനകത്തും നിങ്ങൾക്ക് തരുന്ന മെറ്റീരിയൽസിനകത്ത് ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ഷോർട്ട് നോട്ട് ഉണ്ട്, വേദിക് ഏജിന്റെ ഷോർട്ട് നോട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതുപോലെയുള്ള ഒരു ഷോർട്ട് നോട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. ഇമ്പോർട്ടന്റ് പോയിന്റ്സ് വെച്ചിട്ടുള്ള ഷോർട്ട് നോട്ടുകളും ആ ഷോർട്ട് നോട്ട് കഴിഞ്ഞിട്ട് കുറച്ച് ചോദ്യങ്ങളും ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള SSCയുടെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ മെറ്റീരിയൽസ് വരുന്നത്. അതുകൊണ്ട് GK നിങ്ങൾക്ക് ഇങ്ങനെ കവർ ചെയ്യാം, ഈ തരത്തിൽ നിങ്ങൾക്ക് കവർ ചെയ്യാം. ഇപ്പോഴും ഞാൻ പറയട്ടെ, ഇത്രയും പഠിച്ചുകൊണ്ട് എല്ലാം കഴിയുമോ എന്നൊരു സംശയം പലർക്കും ഉണ്ടാവും. ഈ മാത്സിന്റെ ക്വസ്റ്റ്യൻസും റീസണിങ്ങിന്റെ ക്വസ്റ്റ്യൻസും എടുത്തിരിക്കുന്നത് SSCയുടെ മോസ്റ്റ് റിപ്പീറ്റഡ്, ഏറ്റവും പുതിയ പാറ്റേണിൽ വരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻസിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻസ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന പല വെറൈറ്റി, ഒരു ടൈപ്പിന്റെ ഒരു ക്വസ്റ്റ്യൻ മാത്രം ഇൻക്ലൂഡ് ചെയ്ത് ആണ് ഈ ക്വസ്റ്റ്യൻസ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ഇനിയും ഇതിനപ്പുറം ഇതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മറ്റ് ടെക്സ്റ്റ് ബുക്കുകൾ യൂസ് ചെയ്യാം. ഒരുപക്ഷെ പിനാക്കിളിന്റെ ടെക്സ്റ്റ് ബുക്കുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ടെക്സ്റ്റ് ബുക്കുകളും കൂടെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് സെൽഫായിട്ട് 1-2 ദിവസം കൊണ്ട് നിങ്ങൾക്ക് റേഷ്യോ പ്രൊപ്പോർഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിലേക്കുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ കവർ ചെയ്യണം. അതുപോലെ തന്നെ 1-2 ദിവസം കഴിയുമ്പോൾ അനലോഗിയും ഓഡ് വൺ ഔട്ട്, ഈ 2 ടോപ്പിക്കുകളായിട്ട് ബേസ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ മാക്സിമം നിങ്ങളെ കൊണ്ട് കഴിയുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് കവർ ചെയ്തിരിക്കണം. ഇനി മിനിമം കവർ ചെയ്യേണ്ട മെറ്റീരിയൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ മെറ്റീരിയൽ എന്തായാലും കവർ ചെയ്തിരിക്കണം, തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. അതിൽ കൂടുതൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം, മാക്സിമം ചെയ്യുക. ഇനി അതുപോലെ ഹിസ്റ്ററി ആണെങ്കിലും ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ടോപ്പിക്കുകൾ നമ്മൾ ഷോർട്ട് നോട്ട്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ്, ലിമിറ്റഡ് കണ്ടന്റ് ആയിരിക്കും ഒരുപക്ഷെ പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ വളരെ ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടെ പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് എന്ത് ചെയ്യണം, അതിനുള്ള ഓപ്ഷനും കൂടി ഞാൻ പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് സെൽഫായിട്ട് ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്ക് എടുത്ത് സെൽഫായിട്ട് ആ ടോപ്പിക് ആ ദിവസം കവർ ചെയ്യുക, അത് നിങ്ങളുടെ ഓപ്ഷനാണ്. അല്ലാതെ ഒരു ഓപ്ഷൻ കൂടിയുണ്ട്, അത് ഞാൻ അവസാനം ഇത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടന്റിന്റെ ഷോർട്ടേജ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും. പിന്നെ ഇംഗ്ലീഷിന് വെർബ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇട്ടിരിക്കുന്നത്. ആ ടോപ്പിക് ഇട്ടിരിക്കുന്നതിന്റെ ഉദ്ദേശം വെർബ് ബേസ് ചെയ്തിട്ടുള്ള ഗ്രാമർ റൂൾസും മറ്റ് റൂളുകളൊക്കെ നമ്മൾ ആ 2 ദിവസം കൊണ്ട് പഠിക്കുക. 1-2 ദിവസങ്ങളിൽ വെർബ് റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രാമർ റൂൾസും മറ്റു കാര്യങ്ങളും നമ്മൾ പ്രിപ്പയർ ചെയ്യുക, പഠിച്ച കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്ത് നോക്കുക എന്നാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഈ സെക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ 3rd ഡേയിലാണ് വെർബിന്റെ എക്സസൈസ്. അത് മെറ്റീരിയൽ ഉണ്ട്. വെർബിന്റെ എക്സസൈസ് എന്ന് പറയുന്ന മെറ്റീരിയൽ ഉണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്ത എറർ കറക്ഷൻ ഉൾപ്പെടെ വരുന്ന എക്സസൈസ് മെറ്റീരിയൽ അവൈലബിൾ ആണ്. ആ 3rd ഡേയിലും 1st ഡേയിലും 2nd ഡേയിലും വെർബ് ബേസ് ചെയ്തിട്ടുള്ള തിയറി അല്ലെങ്കിൽ റൂൾസ് ഒക്കെ പഠിച്ചതിന് ശേഷം 3rd ഡേ നമുക്ക് വെർബിന്റെ എക്സസൈസ് ചെയ്യാം. അപ്പൊ എവിടെ നിന്നാണ് പഠിക്കുന്നത്, ഇംഗ്ലീഷ് എവിടെ നിന്നാണ് പഠിക്കുന്നത് കുറെ പേര് ചോദിക്കാറുണ്ട്. അതും നിങ്ങൾക്ക് ഒന്നുകിൽ ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്കിനെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ ദിശ അക്കാഡമിയുടെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്കുണ്ട്. അത് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നതാണ്, അടുത്ത പേജുകളിൽ ഷെയർ ചെയ്യുന്നതാണ്. ഇങ്ങനെ ഇംഗ്ലീഷ് നിങ്ങൾ 2 ദിവസം കൊണ്ട് വെർബ് റിലേറ്റഡ് ആയിട്ടുള്ള റൂൾസ് പഠിക്കുക. നെക്സ്റ്റ് ഡേയിൽ അതിന്റെ എക്സസൈസ് ചെയ്യുക. ആ ക്വസ്റ്റ്യൻസ് എല്ലാം സോർട്ടഡ് ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ബേസ് ചെയ്ത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇനിയും ലാസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് ഇപ്പൊ മോക്ക് റിലേറ്റഡ് ആയിട്ടൊരു ടാസ്ക് ലാസ്റ്റിൽ വരുന്നുണ്ട്. ആ QA പ്ലസ് റീസണിംഗ് ആണ് ഫസ്റ്റ് ഡേയിലെ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പൊ മിക്സഡ് ആയിട്ടുള്ള QAയുടെ സെക്ഷണൽ ടെസ്റ്റ് ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. QAയുടെയും റീസണിംഗിന്റെയും സെക്ഷണൽ ടെസ്റ്റ് എഴുതുക എന്നുള്ളതാണ് 5ാമത്തെ ടാസ്ക് ആയിട്ട് ധരിക്കുന്നത്. അപ്പൊ 5th ടാസ്ക് എന്ന് പറയുന്നത് QA പ്ലസ് റീസണിംഗിന്റെ ടാസ്ക് ആണ്. ആ പാർട്ടിൽ ചിലർക്കെങ്കിലും ഇവിടെ മിക്സഡ് ആയിട്ടുള്ള QAയുടെ ടെസ്റ്റ് ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ചില ആൾക്കാർക്ക് ചില ടോപ്പിക്കുകൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ചില ടോപ്പിക്കുകൾ എന്നുള്ള മാർക്ക് സ്കോർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. സപ്പോസ് ചിലർക്ക് മിക്സഡ് ആൻഡ് ഡെലിഗേഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ളവർ ചെയ്യേണ്ടത് ആ ദിവസങ്ങളിൽ മിക്സഡ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ടോപ്പിക്കിന്റെ സെക്ഷണൽ ടെസ്റ്റുകൾ ചെയ്യുക. ഇത് സെൽഫ് ഇവാലുവേഷൻ വിധേയമാവേണ്ട ഒരു കാര്യം കൂടിയാണ്. അപ്പൊ ഈ ലാസ്റ്റിൽ വരുന്ന ടാസ്ക് എന്ന് പറയുന്നത് 1st ഡേയിലും 2nd ഡേയിലും സെക്ഷണൽ ആയിട്ടുള്ള ടെസ്റ്റ് ചെയ്യാനും 3rd ഡേ പറയുമ്പോൾ അത് ടയർ 2 ഫുൾ മോക്ക് ചെയ്യാനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് ചെറിയൊരു ടാസ്ക് അല്ല, വലിയ ടാസ്ക് ആണ്. അതുകൊണ്ടാണ് പറയുന്നത് അടുത്ത ദിവസം ടയർ 2 ഫുൾ ടെസ്റ്റ്. അത് കഴിഞ്ഞ് 3-4 ദിവസം കഴിയുമ്പോൾ നമ്മൾ ടയർ 1 ഫുൾ മോക്ക് വെച്ചിട്ടുണ്ട്. ടയർ 1ന്റെ ഫുൾ മോക്ക് എഴുതുക. അപ്പൊ നമ്മൾ ടയർ 2 പരീക്ഷയും കൂടി ഫോക്കസ് ചെയ്യുന്ന തരത്തിൽ വേണം ഇപ്പോഴേ
പോകാൻ എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ടയർ 2ന്റെ മോക്ക് ഉൾപ്പെടെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് പോകുന്നത്. സോ നിങ്ങൾ ഈ ഒരു സിലബസ് ഫോളോ ചെയ്താണ് പോകേണ്ടത്. ഈ ഓരോ ദിവസവും നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കുകൾ ഓരോ ടോപ്പിക്കിന്റെയും അല്ലെ ഓരോ സെക്ഷന്റെയും മോക്ക് എക്സാംസിന്റെ മാർക്ക് നിങ്ങൾ നോട്ട് ചെയ്ത് വേണം പോകാൻ. അതിനുവേണ്ടിയാണ് ട്രാക്കർ ബുക്ക്. ഇനി ഏത് പ്ലാറ്റ്ഫോമിൽ നിന്ന് എഴുതണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഒരു സിംഗിൾ പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. ടെക്സ്റ്റ് ബുക്കിന്റെയോ മറ്റേതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. അല്ലെങ്കിൽ മറ്റു ഓപ്ഷൻസ് എന്താണെന്ന് നോക്കാം. അപ്പൊ ഇത്തരത്തിലാണ് നിങ്ങൾ നിങ്ങളുടെ ഡെയിലി ടാസ്ക്. ഒന്ന് ഡെയിലി വൊക്കാബുലറി നിങ്ങൾ സെൽഫായിട്ട് പഠിക്കേണ്ടതാണ്. റേഷ്യോ പ്രൊപ്പോർഷൻ നിങ്ങൾ സെൽഫായിട്ട് ചെയ്യുകയും നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കുകയും ചെയ്യേണ്ട കാര്യമാണ്. അതുപോലെ തേർഡ് വൺ റീസണിംഗ് ആണ് ഇവിടെ പറഞ്ഞത്. ഇതിനകത്ത് പറഞ്ഞിട്ടില്ല റീസണിംഗിന്റെ അനലോഗിയുടെ ടോപ്പിക്, അത് നിങ്ങൾ കവർ ചെയ്യേണ്ടതാണ്. പിന്നീട് വരുന്ന ഇൻഡസ് വാലി സിവിലൈസേഷൻ അല്ലെങ്കിൽ വേദിക് ഏജ് എന്ന് പറയുന്ന GK ടോപ്പിക്കാണ്. അത് നിങ്ങൾ സെൽഫായിട്ട് ഒന്നുകിൽ കണ്ടന്റ് എടുക്കണം, അല്ലെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ലിമിറ്റഡ് കണ്ടന്റ് വെച്ച് പഠിക്കുക, അല്ലെങ്കിൽ മറ്റ് സോഴ്സുകൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ദിശ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോഴ്സ് അവൈലബിൾ ആണ്. ആ കോഴ്സിനെ പറ്റി ഞാൻ നെക്സ്റ്റ് പറയുന്നതായിരിക്കും. പിന്നീട് ഇംഗ്ലീഷിന്റെ വെർബ് എങ്ങനെ പഠിക്കാം എന്നുള്ളത് പലരും ചോദിച്ചു. നിങ്ങൾക്ക് ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്ത് റൂൾസ് പഠിക്കുമ്പോൾ ഓരോന്നിന്റെയും റൂൾസ് പഠിക്കാം. അതൊരു ഓപ്ഷനാണ്. ലാസ്റ്റ് Q&A റീസണിംഗ് മോക്ക് നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഇതാണ് ബേസിക് ആയിട്ട് നമ്മൾ ഒരു ദിവസം കവർ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പൊ അതിനകത്തുള്ള മെറ്റീരിയൽസ് നിങ്ങളെ കാണിച്ചു. ഇത് വൊക്കാബുലറി, ഡെയിലി വൊക്കാബുലറിയുടെ മെറ്റീരിയലാണ് നിങ്ങൾ നേരത്തെ കാണിച്ചതാണ്. അതുപോലെ റേഷ്യോ, പ്രൊപ്പോർഷൻ, അനലോഗി ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അതുപോലെ ഡേ 1ന്റെ മെറ്റീരിയലാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ഷോർട്ട് നോട്ടുകളാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞൊരു ചോദ്യം, കുറെ ആൾക്കാർ പറഞ്ഞു ഇത് എങ്ങനെ പഠിക്കും, ഇതിനോട് കണ്ടന്റ് എവിടെ നിന്ന് കിട്ടും. അപ്പൊ കണ്ടന്റ് അവൈലബിൾ അല്ലാത്തവർക്ക് വേണ്ടിയാണ്. അതായത് ഈ പഠിക്കേണ്ട പ്ലാൻ പറഞ്ഞു, ആ പ്ലാനിനനുസരിച്ചുള്ള കണ്ടന്റ് അവൈലബിൾ അല്ലാത്തവർക്ക് വേണ്ടി SSC CGL ഫോർ റിപ്പീറ്റേഴ്സ് പ്രോ ലെവൽ എന്ന പേരിൽ നമ്മളൊരു കോഴ്സ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ കോഴ്സിനകത്ത് ഈ സ്റ്റഡി പ്ലാനിനെ ബേസ് ചെയ്ത കണ്ടന്റ് പ്രോപ്പർലി അവൈലബിൾ. ചിലർക്ക് പറഞ്ഞു ഈ വെർബ് എങ്ങനെ പഠിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ റേഷ്യോ പ്രൊപ്പോർഷൻസ് ഒന്നുകൂടെ നമുക്ക് നല്ല ക്വസ്റ്റ്യൻസ് നോക്കണം, കൂടുതൽ ക്വസ്റ്റ്യൻസ് നോക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിന് ഓപ്ഷനൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ പറയുന്ന കംപ്ലീറ്റ് സിലബസ്. അതുപോലെ GKയുടെ കണ്ടന്റ് പലർക്കും അവൈലബിൾ അല്ല. GKയുടെ ക്ലാസ്സസ് കിട്ടുമോ, ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സസ് കിട്ടുമോ, ഇങ്ങനെയുള്ള ഒരു സൊല്യൂഷനുമായിട്ടാണ് CGL ഫോർ റിപ്പീറ്റേഴ്സ് പ്രോ ലെവൽ എന്ന് പറയുന്ന ഒരു കോഴ്സ് നമ്മൾ ആക്ച്വലി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് താല്പര്യമുള്ളവർ മേടിക്കുക, എല്ലാവരും മേടിക്കണം എന്നല്ല പറയുന്നത്. ഇത് ആവശ്യമുണ്ട്, നിങ്ങൾക്ക് കണ്ടന്റിന് ഷോർട്ടേജ് ഉണ്ട്, കണ്ടന്റ് വേണം, പ്രോപ്പർലി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള നല്ലൊരു കണ്ടന്റ് വേണമെന്ന് തോന്നുന്നവരാണെങ്കിൽ ഈ കോഴ്സിലേക്ക് താല്പര്യമുള്ളവർക്കൊക്കെ ജോയിൻ ചെയ്യാം. അതിനകത്ത് നിങ്ങൾ എടുക്കുമ്പോൾ കണ്ടന്റ്സിനകത്ത് സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ടാവും. ആ സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്ന ഫോൾഡറിനകത്തായിരിക്കും നിങ്ങൾക്ക് കണ്ടന്റ്. മാത്രമല്ല മാത്സിന്റെ അഡ്വാൻസ്ഡ് ലെവൽ, ഇന്റർമീഡിയറ്റ് ലെവൽ എന്ന് പറഞ്ഞ് 2 ലെവൽ, ബിഗിനേഴ്സ് ലെവലിൽ വരുന്ന ക്വസ്റ്റ്യൻസ് അല്ല, അദ്ദേഹം സാറിന്റെ ഫുൾ സെറ്റ് ഓഫ് ക്ലാസ്, ഇന്റർമീഡിയറ്റ് ലെവൽ, അഡ്വാൻസ്ഡ് ലെവൽ വരുന്ന ഫുൾ സെറ്റ് ഓഫ് ക്ലാസ് സീരീസ് ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് അവൈലബിൾ ആയിരിക്കും. മാത്സ് കുറച്ചുകൂടെ സ്ട്രോങ് ആക്കണം എന്ന് തോന്നുന്നവർക്കുണ്ട്. അതുപോലെ തന്നെ ജനറൽ അവയർനെസിന്റെയും ഒരുപാട് കണ്ടന്റ്സ് ഇതിനകത്ത് പാക്ക് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾ സ്റ്റഡി പ്ലാൻ ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ഡേ 1, ഡേ 2, ഡേ 3 എന്ന് പറയുന്ന ഓരോ ഫോൾഡേഴ്സ് ആണ്. ഇപ്പം ഡേ 1 നിങ്ങൾ ഓപ്പൺ ചെയ്താൽ അതിനകത്ത് മാത്സിന്റെ നിങ്ങളുടെ ഡെയിലി ടാസ്കുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ് സീരീസ് ഉണ്ടാവും. അതുപോലെ റീസണിങ്ങിന്റെ ക്ലാസ് വീഡിയോസ് ഉണ്ടാവും. GKയുടെ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ് വീഡിയോസ് ഉണ്ടാവും. അതുപോലെ ഇംഗ്ലീഷിന്റെ വെർബുമായിട്ട് ബന്ധപ്പെട്ട തിയറി അല്ലെങ്കിൽ റൂൾസ് പഠിക്കണം എന്ന് വിചാരിക്കുന്നവർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ആ ക്ലാസ്സും ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ഇങ്ങനെ ഈ ഒരു കണ്ടന്റ് ഈ CGL ഫോർ റിപ്പീറ്റേഴ്സ് എന്ന് പറയുന്ന പ്രോ ലെവൽ കോഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് വാങ്ങാം. ഇതാണ് ഞാൻ നേരത്തെ പറയാമെന്ന് പറഞ്ഞൊരു കാര്യം. അതായത് എങ്ങനെയാണ് ഈ കണ്ടന്റ്, അതായത് പഠിക്കേണ്ട പ്ലാൻ തന്നു, ഈ പ്ലാനിന് വേണ്ട കണ്ടന്റ് വേണ്ടേ, ആ കണ്ടന്റിനെ പറ്റി ചോദിച്ചവർക്ക് വേണ്ടിയാണ് ഈ ഒരു കോഴ്സ് ജസ്റ്റ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. താല്പര്യമുള്ള ആൾക്കാർക്ക് ഇതിനകത്ത് പർച്ചേസ് ചെയ്യാം. ഇനി അതിന്റെ കൂടെ വന്നൊരു കാര്യമാണ് ടെസ്റ്റ്, മോക്ക് ടെസ്റ്റ്. എങ്ങനെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം? നിങ്ങൾക്ക് ഒരുപാട് പേര് യൂസ് ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്ക് പ്ലാറ്റ്ഫോമിൽ കോഴ്സ് അല്ലെങ്കിൽ എല്ലാ എക്സാംസും എഴുതുന്ന ആൾക്കാരായിരിക്കും. അപ്പം ഒരു ടെസ്റ്റ് സീരീസ് അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം മെയിൻ ആയിട്ട് നിങ്ങൾ എയിം ചെയ്യുക. മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യുന്നത് നല്ലതാണ്, പക്ഷെ മെയിൻ ആയിട്ടും ഒരു ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ ടെക്സ്റ്റ് ബുക്കിന്റെ പ്ലാറ്റ്ഫോം ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് സെക്ഷൻ ടെസ്റ്റുകളുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട മോക്ക് ടെസ്റ്റുകളുണ്ട്. ഇനി മാത്രമല്ല നമ്മുടെ ഈ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പീറ്റേഴ്സ് പ്രോ ലെവൽ കോഴ്സ് എന്ന് പറയുന്ന കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ബണ്ടിൽ ചെയ്ത് ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അത് CGL എക്സാമുമായിട്ട് ബന്ധപ്പെട്ട മോക്ക് ടെസ്റ്റ് സീരീസ് ആണ്. അത് തീർച്ചയായിട്ടും അത് തികച്ചും ടെക്സ്റ്റ് ബുക്കിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ആഡ് ചെയ്തിരിക്കുന്ന കോഴ്സ് തന്നെയാണ് കേട്ടോ. ടെക്സ്റ്റ് ബുക്കിന്റെ പ്ലാറ്റ്ഫോമിലെ കോഴ്സ് തന്നെ നമ്മുടെ ഈ കണ്ടന്റിന്റെ ഭാഗമായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രോ ലെവൽ കോഴ്സ് പർച്ചേസ് ചെയ്യുന്ന അല്ലെങ്കിൽ വാങ്ങുന്ന ആൾക്കാർക്ക് ടെസ്റ്റ് സീരീസ് സെപ്പറേറ്റ് ആയിട്ട് മേടിക്കേണ്ട ആവശ്യം വരുന്നില്ല. ആക്ച്വലി ഇതിനകത്ത് തന്നെ ഇൻക്ലൂഡഡ് ആയിട്ട് നിങ്ങൾക്ക് ടെസ്റ്റ് സീരീസും കിട്ടുന്നതായിരിക്കും. സോ ഈ ഒരു സിംഗിൾ പ്ലാറ്റ്ഫോമിൽ തന്നെ നിങ്ങൾക്ക് വേണ്ട കണ്ടന്റ് കിട്ടും. അപ്പൊ ആ ടെസ്റ്റ് സീരീസ് പ്ലാറ്റ്ഫോമിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഡെയിലി മോക്ക് ചെയ്യാം, അല്ലെങ്കിൽ സെക്ഷണൽ ടെസ്റ്റ് ചെയ്യാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇങ്ങനെ പല പല കാര്യങ്ങളും ഒരൊറ്റ ഓർഡറിൽ തന്നെ നിങ്ങൾക്ക് ചെയ്തു പോകാൻ
പോകാനുള്ള ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ ഒരു തരത്തിലാണ് നമ്മൾ SSC CGL ഫോർ റിപ്പീറ്റേഴ്സ് എന്ന് പറയുന്ന കോഴ്സ് തരുന്നതും അതുപോലെ തന്നെ 75 ഡേയ്സ് സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നവരും. അപ്പൊ 75 ഡേയ്സ് സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് മേടിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ തികച്ചും നിങ്ങൾക്ക് ആ കോഴ്സ് പ്ലാൻ തന്നെ നിങ്ങളുടെ രീതിയിൽ നിങ്ങളുടെ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പോഴും നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ഒക്കെ സോർട്ട് ചെയ്ത് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ടെലഗ്രാം ഗ്രൂപ്പ് നമ്മളിപ്പം ആഡ് ചെയ്തിരിക്കുക. അതിന്റെ ലിങ്ക് താഴെ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ അതേ മനസ്സിൽ അതേ വേവ് ലെങ്തിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഗ്രൂപ്പിന്റെ കൂടെ ഇരുന്നാൽ കിട്ടുന്ന എനർജി ഡിഫറെന്റ് അല്ലെ. നമ്മൾ നിൽക്കുന്ന ആളുകളുടെ അതേ തരത്തിലുള്ള എനർജി ആയിരിക്കും നമുക്ക് എപ്പോഴും കിട്ടുന്നത്. അതുകൊണ്ട് ഒരേ തരത്തിൽ ഒരു മെയിൻ ഒരു വലിയ ലക്ഷ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ ചേർന്നിരുന്ന് ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാം. CGL 2025 എല്ലാവർക്കും ക്രാക്ക് ചെയ്യാൻ സാധിക്കട്ടെ. അപ്പൊ ഈ ഒരു വീഡിയോയും ഇൻഫർമേഷനും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. മാത്രമല്ല മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് റിപ്പീറ്റേഴ്സ് കോഴ്സ് അല്ലെങ്കിൽ റിപ്പീറ്റേഴ്സ് ബാച്ച് എടുക്കുന്നവർക്ക് ദിശ അക്കാഡമിയുടെ റിപ്പീറ്റേഴ്സ് കോഴ്സ് എടുക്കുന്നവർക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് ഈ കോഴ്സിലേക്ക് എൻറോൾ ചെയ്യുന്നവർക്ക് നമ്മൾ മെന്റർ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി നിങ്ങളെ സെപ്പറേറ്റ് ഒരു മെന്ററിന്റെ ആക്സസ് നിങ്ങൾക്ക് തരുന്നുണ്ട്. നിങ്ങളുടെ ഡൗട്ടുകൾ ചോദിക്കാനും നിങ്ങൾക്ക് എപ്പോഴും റീച്ച് ചെയ്യാനും വേണ്ടി ഒരു മെന്റർ സപ്പോർട്ട് തീർച്ചയായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവരൊക്കെ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ SSC CGL സ്റ്റഡി പ്ലാൻ എല്ലാവരും ഫോളോ ചെയ്യുക. എല്ലാവരും സ്റ്റഡി പ്ലാനും ഫോളോ ചെയ്യുക. ഓക്കെ, താങ്ക് യു.